സമാധാന കരാറിലെത്താതെ അലാസ്ക ഉച്ചകോടി 3 മണിക്കൂർ നീണ്ട ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ റഷ്യ-യുക്രൈൻ വെടിനിർത്തലിൽ ധാരണയായില്ല. ചർച്ചകളിൽ പുരോഗതിയെന്ന ട്രംപ്, യുക്രൈൻ സഹോദര രാജ്യമെന്ന വ്ളാഡിമിർ പുടിൻ. റഷ്യയ്ക്ക് പല ആശങ്കകളുണ്ടെന്നും പുടിൻ പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്കുമേൽ യുഎസിന്റെ സമ്മർദ്ദം മുറുകുന്ന പശ്ചാത്തലത്തിലായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച. അന്തിമ കരാറിലെത്താനായില്ലെങ്കിലും ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണുമെന്നുമുള്ള പ്രതീക്ഷയാണ് ഇരു രാജ്യങ്ങളും പങ്കുവച്ചത്. പല കാര്യങ്ങളിലും ധാരണയായെന്നും നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. Agreed on most of them, I would say. A couple of big ones that we haven't quite gotten there, but we've made some headway. So there's no deal until there's a deal. I will call up NATO in a little while. I will call up. സമാധാന ചർച്ചകളിൽ പുരോഗതിയെന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു. ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിച്ചു. രണ്ടാം ഘട്ട ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കൂടി പങ്കെടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം. ചർച്ചയിൽ ട്രംപിനൊപ്പം അമേരിക്കൻ വിദേശ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ പങ്കെടുത്തു. പുടിനൊപ്പം വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോയും പങ്കെടുത്തു. അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ട്രംപും പുടിനും വ്യക്തത നൽകിയില്ല. 6 വർഷങ്ങൾക്ക് ശേഷമാണ് പുടിനും ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ വ്യോമതാവളത്തിലെത്തിയ പുടിനെ ട്രംപ് സ്വീകരിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ചർച്ചയ്ക്കെത്തിയത്. അലാസ്കയിലെ സോവിയറ്റ് സൈനികരുടെ കുഴിമാടങ്ങളിൽ റീത്ത് സമർപ്പിച്ച ശേഷമാണ് പുടിൻ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.